സീസൺ IPL പ്ലേ ഓഫ് ഉറപ്പിച്ച ആദ്യ ടീമായിട്ട് RCB മാറുകയാണ്. കാരണം ആ 18 കടക്കാൻ ഇനി ആർക്കും സാധ്യമല്ല. ആ 18ലേക്ക് എത്തുവാൻ ഇനി 2 ടീമുകൾക്ക് മാത്രമാണ് സാധ്യത. അതായത് പോയിന്റ്സ് ടേബിളിൽ ഒരിടത്ത് RCB ഉണ്ടാകും. എന്നാൽ ഞാൻ RCBയിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ മാറ്റമാണ് ജേക്കബ് ബദലിനെ മാറ്റി വെങ്കടേഷ് അയ്യറിനോട് കൊണ്ടുവരുമ്പോൾ. ഇത് പറയാൻ കാരണം രജത്ത് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെങ്കടേഷ് അയ്യർ പുറത്താകും. സോ ജേക്കബ് ബദലിന് പകരം പഴയ കൊൽക്കത്തയുടെ ഓപ്പണർ റോളിൽ കളിച്ച വെങ്കടേഷ് അയ്യർ ഓപ്പണിംഗിലേക്ക് വരുന്നാൽ അവിടെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാകുമെന്നുള്ളത് തീർച്ച. ഇനി ഇൻ കേസ് വെങ്കടേഷ് അയ്യർ പെർഫോം ചെയ്തില്ലെങ്കിലും അതിനെ തരണം ചെയ്യാൻ സാധ്യമായ ഒരു ബാറ്റിംഗ് യൂണിറ്റ് താഴെ അവർക്കുണ്ട്. എന്തായാലും പഞ്ചാബിന് ഇതൊരു വലിയ ക്ഷീണമാണ്. തുടരെ ആദ്യത്തെ 6 കളികൾ ജയിച്ച ടീം ഇപ്പോൾ പ്ലേ ഓഫിന്റെ വാതിലിൽ എത്തി നിൽക്കണമെങ്കിൽ അടുത്ത 6 കളിയും തോറ്റ് അടുത്ത കളി ജയിച്ചാൽ മാത്രമാണ് ഒരു സാധ്യതയുള്ളൂ. ഒരു കളി വാഷ്ഡ് ഔട്ട് ആയി പോയത് അവരുടെ ഭാഗ്യമായിട്ട് കരുതാം. കൊൽക്കത്തയും അതുപോലെ തന്നെ ഡൽഹിയും രാജസ്ഥാനും പമ്മിയിരിക്കുകയാണ് അവസരത്തിന് വേണ്ടി. ചെന്നൈക്കാണെങ്കിൽ GTAയും SRHനെയും തോൽപ്പിച്ചാലാണ് സാധ്യതയുള്ളൂ. ഒരു കളി GTയോടോ അല്ലെങ്കിൽ SRHനോടോ ചെന്നൈ തോറ്റാൽ അവിടെ ചെന്നൈയുടെ കളി അവസാനിക്കും. 13 കളികൾ ഏകദേശം എല്ലാവരും കളിച്ചു. ഇനി 1-2 ടീമുകൾക്ക് മാത്രമാണ് 2 കളികളുള്ളൂ. അവിടെ തന്നെ SRHന് 2 മത്സരങ്ങളുണ്ട്, ചെന്നൈക്ക് 2 മത്സരങ്ങളുണ്ട്. IPL കുറച്ചധികം ട്വിസ്റ്റിലോട്ട് കടക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ബാംഗ്ലൂർ മുന്നോട്ട് പോവുക എന്ന് നമുക്കൊന്ന് അറിയണം. ഒരിക്കൽ കൂടി ആ കിരീടത്തിന് അവർക്ക് അവസരമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും ബാക്കിയാണ്.